നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇങ്ങനെ പോയാലോ? ഇന്ത്യൻ ആരാധകർക്ക് ടീമിനെ കാണാൻ ഇനിയും വൈകും. ലോകകപ്പ് നേട്ടത്തിന് ശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ മടക്കയാത്ര വൈകും. ബാർബഡോസിൽ മഴ, ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രവീന്ദ്ര ജഡേജ. ഇന്ത്യൻ ആരാധകർക്ക് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിനെ കാണാൻ കുറച്ചുകൂടി കാത്തിരിക്കണം. മഴ മൂലം ഇന്ത്യൻ ടീമിന്റെ മടക്കയാത്ര നീട്ടി. ഇന്ന് ബാർബഡോസിൽ നിന്ന് ന്യൂയോർക്കിലേക്കും അവിടെ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ ഇന്ത്യയിലേക്കും തിരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ ഇനി ചാർട്ടേഡ് വിമാനത്തിൽ നാളെയോ ചൊവ്വാഴ്ചയോ ആയിരിക്കും ടീം മടങ്ങുക. ബാർബഡോസിൽ കാറ്റഗറി 4 ബറിൽ ചുഴലിക്കാറ്റ് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അതേസമയം 2020 ലോകകപ്പ് നേടിയ ടീം ഇന്ത്യക്ക് വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. ടീമിന് 125 കോടി രൂപയാണ് BCCIയുടെ സമ്മാനം. BCCI സെക്രട്ടറി ജയ് ഷാ ആണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ICC പുരുഷ T20 ലോകകപ്പ് നേടിയ ടീം ഇന്ത്യക്ക് 125 കോടി രൂപ സമ്മാനത്തുക പ്രഖ്യാപിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ജയ് ഷാ കുറിച്ചു. ടൂർണമെന്റിലുടനീളം ടീം അസാധാരണമായ കഴിവും നിശ്ചയദാർഢ്യവും കായികക്ഷമതയും പ്രകടിപ്പിച്ചു. എല്ലാ കളിക്കാർക്കും പരിശീലകർക്കും അഭിനന്ദനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. 2020 ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കും ദക്ഷിണാഫ്രിക്കയ്ക്കും സമ്മാനത്തുകയായി ലഭിച്ചതും കോടികളാണ്. ഫൈനലിൽ ഇന്ത്യയോട് 7 റണ്ണിന് തോറ്റ റണ്ണറപ്പുകളായ ദക്ഷിണാഫ്രിക്കയ്ക്ക് $1.28 മില്യൺ ആണ് സമ്മാനത്തുകയായി ലഭിച്ചത്. ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യക്കും കോടികൾ സമ്മാനം ലഭിച്ചു. $2.45 മില്യൺ. കിരീടം നേടിയ ഇന്ത്യക്കും റണ്ണറപ്പുകളായ ദക്ഷിണാഫ്രിക്കയ്ക്കും പുറമെ സെമിയിൽ ഇന്ത്യയോട് പരാജയപ്പെട്ട ഇംഗ്ലണ്ടിനും ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ട അഫ്ഗാനിസ്ഥാനും കോടികൾ സമ്മാനമായി ലഭിച്ചു. ഇരു ടീമുകൾക്കും ഏകദേശം 6.5 കോടിയാണ് സമ്മാനത്തുകയായി ലഭിച്ചത്. ബാർബഡോസിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് വീഴ്ത്തിയാണ് ഇന്ത്യ 11 വർഷത്തിന് ശേഷം വീണ്ടും ഒരു ICC ലോകകപ്പിൽ മുത്തമിട്ടത്. 2013 ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യ ICC കിരീട നേട്ടം കൂടിയാണത്. കഴിഞ്ഞ വർഷം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെയും ഏകദിന ലോകകപ്പിന്റെയും ഫൈനലിൽ എത്തിയിരുന്നെങ്കിലും 2 തവണയും ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടിരുന്നു. അതേസമയം മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി. രോഹിത് ശർമ്മയ്ക്ക് വിരാട് കോഹ്ലിക്കും പിന്നാലെ 2020 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ടീം ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ. ബാർബഡോസിൽ 2020 ലോകകപ്പ് ഉയർത്തിയ ശേഷമാണ് ജഡേജ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. T20 ലോകകപ്പുമായി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം ജഡേജ ഇൻസ്റ്റയിലൂടെ അറിയിച്ചത്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ T20 രാജ്യാന്തര മത്സരങ്ങളോട് ഞാൻ വിട പറയുന്നു. അഹങ്കാരത്തോടെ കുതിക്കുന്ന ഉറച്ച കുതിരയെ പോലെ ഞാൻ എപ്പോഴും എന്റെ രാജ്യത്തിന് വേണ്ടി ഏറ്റവും മികച്ചത് നൽകിയിട്ടുണ്ട്. മറ്റ് ഫോർമാറ്റുകളിൽ അത് ഇനിയും തുടരും. 2020 ലോകകപ്പ് വിജയിക്കുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. എന്റെ T20 അന്താരാഷ്ട്ര കരിയറിൽ ഏറ്റവും ഉന്നതിയിലാണ് ഇപ്പോഴുള്ളത്. ഓർമ്മകൾക്കും സന്തോഷങ്ങൾക്കും അചഞ്ചലമായ പിന്തുണയ്ക്കും നന്ദി എന്നും ജഡേജ ഇൻസ്റ്റയിൽ കുറിച്ചു. MS ധോണിയുടെ നേതൃത്വത്തിൽ ടീമിൽ എത്തിയതിനു ശേഷം സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ 20 ഇന്ത്യയുടെ കരുത്തായി ജഡേജ മാറിയിരുന്നു. ടീം ഇന്ത്യക്ക് വേണ്ടി 74 T20 മത്സരങ്ങൾ കളിച്ച ജഡേജ 54 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. 515 റൺസും അടിച്ചുകൂട്ടി. നേരത്തെ ലോകകപ്പ് വിജയത്തിന് ശേഷം ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. 124 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കോഹ്ലി 4188 റൺസാണ് അടിച്ചത്. 48.69 ശരാശരിയും 137.04 സ്ട്രൈക്ക് റേറ്റും കോഹ്ലിക്കുണ്ട്. 122 റൺസാണ് ഉയർന്ന സ്കോർ. ഒരു സെഞ്ചുറിയും 37 അർദ്ധ സെഞ്ചുറിയും കോഹ്ലി നേടി. 2010 സിംബാബ്വെക്കെതിരെയായിരുന്നു കോഹ്ലിയുടെ T20 അരങ്ങേറ്റം. 159 മത്സരങ്ങളിൽ 4231 റൺസാണ് രോഹിത്തിന്റെ സമ്പാദ്യം. 5 സെഞ്ചുറികൾ നേടിയ രോഹിത് 32.05 ശരാശരിയിൽ 4231 റൺസ് നേടി. 140.89 സ്ട്രൈക്ക് റേറ്റും രോഹിത്തിനുണ്ട്. പുറത്താവാതെ നേടിയ 121 റൺസാണ് ഉയർന്ന സ്കോർ. T20യിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡും ഗ്ലെൻ മാക്സ്വെല്ലിനൊപ്പം പങ്കിടുന്നുണ്ട് രോഹിത്.